ഓടിക്കാനാ പോകുന്നേ, അല്ലാതെ ഒളിമ്പിക് റേസിനല്ല. ഒന്ന് പതുക്കപ്പോ. എന്തെങ്കിലും തരണേ, ദൈവത്തെ ഓർത്ത് എന്തെങ്കിലും തരണേ. നിങ്ങൾ എനിക്ക് 1 രൂപ തന്നാ അത് നിങ്ങൾക്ക് 100ആയി ദൈവം തിരിച്ചു തരും. കണ്ടില്ലേ, ചീച്ചയുടെ ഓർമ്മശക്തി വീണ്ടും പോയി. ഇനി ഇങ്ങനെ ഇക്കളി ഇടുന്നത് വരെ ഇങ്ങനെ തന്നെ നടക്കും. വരൂ ചീച്ചേ, നിങ്ങൾ വന്നത് ബാങ്ക് മോഷ്ടിക്കാനോ പിച്ചെ എടുക്കാനോ? വെറുതെ എനിക്കിട്ട് ചൊറിയാമമ്മ കേട്ടിന്റെ പണി കിട്ടും. വേഗം കൈ 2 മുകളിലേക്ക് പൊക്ക്. നിൽക്കുന്നോടത്തുനിന്ന് നനഞ്ഞു പോകരുത്. അത് കൊള്ളാലോ ടങ്ക ഡോൾക്കി. എന്നാ കിടിലൻ ഡയലോഗായിരുന്നു അത്. എന്റെ സാറേ, ഒരു തവണ കൂടെ പറയൂ പ്ലീസ്. മണ്ടത്തരം പറയാതോ, ഇത് കവിതാ സമ്മേളനമൊന്നുമല്ല. ഞാനിവിടെ കൊള്ളയടിക്കാടോ, അതായത് ബാങ്ക് റോബറി. മര്യാദയ്ക്ക് കൈ പൊക്കി നിൽക്ക്. എടോ ക്യാഷറെ, ഈ ബാങ്കിലെ എല്ലാ പണവും എന്റെ ബാഗിലേക്ക് ഇട്. പറഞ്ഞത് കേട്ടില്ലേ? വേഗം. ഇപ്പൊ ലഞ്ച് ബ്രേക്ക് പറഞ്ഞ നിനക്ക് ഇനി ജീവിതത്തിൽ ലഞ്ച് കഴിക്കാൻ പറ്റില്ല. ക്യാഷ് എടുക്ക് വേഗം. അതെ എന്റെ പൊന്ന അനന്തരവാ, ഇവിടെ നമ്മുടെ ഫണ്ടൂഷ് നഗറിലെ ബാങ്കിൽ വലിയൊരു കൊള്ള നടന്നുകൊണ്ടിരിക്കുക. അതെ അമ്മാവാ, നിങ്ങളുടെ അനന്തരവൻ എപ്പോ വരും? സോറി കോച്ചി അങ്കിൾ, എത്താൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഞാനാണ് അനന്തരവൻ. ഞാനാണ് മാവൻ. നിങ്ങളുടെ കളികളും കൈയടികളും ഒക്കെ കഴിഞ്ഞെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഖോജിയുടെ ബുദ്ധിയെയും അനന്തരവന്റെ കഴിവിനെയും തോൽപ്പിക്കാൻ ആർക്കുമാവില്ല. നിങ്ങൾ ആ മെഷീൻ കണ്ടില്ലേ? ഞാൻ ഈ മെഷീൻ വെച്ച് നമ്മുടെ അനന്തരവന് വേണ്ടി ഒരു കിടിലൻ ക്യാപ്സ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇവന്റെ ശരീരമൊക്കെ ഇരുമ്പ് പോലെ ബലമുള്ളതാകും. ഇന്നാ പിടിച്ചോ, ഈ ക്യാപ്സ്യൂൾ അങ്ങോട്ട് കഴിക്കേ. പക്ഷേ ഈ മരുന്ന് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവാനുണ്ട്. കാരണം ഈ ക്യാപ്സ്യൂളിന്റെ പവർ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തീർന്നു പോകും. എന്നിട്ട് നീ പഴയതുപോലെ ആവുകയും ചെയ്യും. ഇത് എന്തൊക്കെയാ ഉപയോഗിച്ചാ ഉണ്ടാക്കിയിരിക്കുന്നേ? ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ 10 കിലോ സ്വർണം, 20 കിലോ വെള്ളി, 5 കിലോ ഡയമണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഈ മെഷീനകത്തേക്ക് കിട്ടും. അത്രേ ഉള്ളൂ. അപ്പൊ തന്നെ ഒരു കിടിലൻ ക്യാപ്സ്യൂൾ ഉണ്ടായി പുറത്തേക്ക് വന്നേ. ഒന്ന് സൂക്ഷിച്ച്. അയ്യോ, ക്യാപ്സ്യൂളിന്റെ പവർ കുറച്ച് കൂടി പോയെന്നാ തോന്നുന്നേ. എന്റെ അനന്തരവൻ ഇരുമ്പ് പോലെ ഭയങ്കര ബലമുള്ളതായല്ലോ. ഭാരം അതൊക്കെ ഞാൻ എപ്പോഴേ പൊക്കി. ബൈ ബൈ. എടാ പൊന്നുമോനെ, എന്നെ ഒറ്റക്കിട്ടിട്ട് പോവാതറോ. എന്നെയും കൂടെ കൊണ്ടുപോ. എടാ മോനെ, നീ എന്തായി ചെയ്യുന്നേ? ഒന്ന് നിക്കടാ. എടാ പോലെ പറയുന്നേക്ക്. അനന്തരവാ, ഒന്ന് നിക്കടാ.
എന്നെ താഴെ ഇടുവോ? എടാ എടാ എടാ, അയ്യോ ഇത് കണ്ടോ? ആഹാ, ആ, ആ, അയ്യോ ഞാൻ ചത്തേ. എന്റെ പൊന്നു മോനെ. ഭാഗ്യം രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടില്ല. കള്ളൻ 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 രക്ഷിക്കണേ. കള്ളൻ കള്ളൻ കേറി. ഈ കള്ളൻ കള്ളൻ കള്ളനെ പിടിക്കണേ. കള്ളൻ 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 രക്ഷിക്കണേ. കള്ളനെ പിടിക്കണേ. ചേച്ചി ഞങ്ങളെ വിളിച്ചായിരുന്നോ? ഇനി എന്താ പണി? ഇലക്ട്രിക്കുള്ളതെല്ലാം ഞങ്ങൾ മോഷ്ടിച്ചായിരുന്നല്ലോ. വേറെ വല്ലതും ബാക്കിയുണ്ടോ? അത് ശരി, ഈ സ്വർണമാല മോഷ്ടിക്കാൻ ബാക്കി ഉണ്ടായിരുന്നു. അതിനായിരിക്കും ചിലപ്പോ വിളിച്ചത്. ശരി, നിങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു തന്നിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഞങ്ങളെ കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് എന്ത് കരുതലാണ്. ബൈ ബൈ വേണം. ബൈ ബൈ. എന്റെ സ്വർണ്ണമാല കൊണ്ടുപോയി ആ കള്ളന്മാരെ പിടിക്ക്. കള്ളൻ കള്ളൻ പോലീസ് ദേ ആ കള്ളൻ ആകെ ഉണ്ടായിരുന്ന സ്വർണ്ണമാല മോഷ്ടിച്ചോണ്ട് സ്ഥലം വിടുന്നു. എടാ 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 കണാരന്റെ മോനെ, നീ എന്തിനാടാ വണ്ടി ഓടിക്കുന്നേ? ഒന്ന് വിട്ടു പോടാ, കള്ളന്മാര് പൊക്കളയും. ഓ ഓ. ആഹാ 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 ആഹാ, മോഷണവും നടത്തിയിട്ട് ഈ പോലീസ് മേഡത്തിന്റെ അടുത്തൊന്ന് രക്ഷപ്പെടാന്ന് കരുതിയോടാ. ആ ആ. അതോ ഇത് ഞങ്ങളുടെ മേഡത്തിന്റെ ഒരു സ്റ്റൈൽ അല്ലയോ? ആ, ഇത് മാഡത്തിന്റെ സ്റ്റൈലായിരുന്നോ? എന്നാ പിന്നെ ഇനി ഞങ്ങളുടെ സ്റ്റൈലൊന്ന് കണ്ടു നോക്ക്. യാ. എടാ കള്ളം കണാരാ, നീ അതിനൊക്കെ മുമ്പ് ആദ്യം ആരാണെന്നുള്ള സത്യം പറ. മോഷണവും പിടിച്ചു പറയും പോക്കറ്റടിയും, അതാണ് ഞങ്ങളുടെ ജോലി. തുള്ളൽ കള്ളന്മാർ. യാ. ബൈ ബൈ. ഞങ്ങൾ ഡയമണ്ട് എക്സിബിഷൻ മോഷ്ടിക്കാൻ വന്നിട്ടുണ്ട്. തടയാൻ പറ്റുന്നുണ്ടെങ്കിൽ തടഞ്ഞോട്ടാ. നിക്കാതെ ബഹദൂർ അവരെ ചെന്ന് പിടിക്ക്. എന്തിനാടാ ഇങ്ങനെ ചാടി ചാടി പോന്നെ? മര്യാദക്ക് ഓടിപ്പോടാ. അയ്യോ സോറി മാഡം. കള്ളൻ കള്ളൻ ആരെങ്കിലും പിടിക്കോ? നമ്മുടെ പോലീസ് മേഡത്തിന്റെ ജീപ്പ് കൊണ്ട് മുങ്ങുന്നേ. ഏയ്! അല്ലയോ പ്രിയ തസ്കരന്മാരെ, മര്യാദക്ക് ഞങ്ങളുടെ പോലീസ് മേഡത്തിന്റെ ജീപ്പ് ഞങ്ങളുടെ കയ്യിൽ തന്നേക്ക്, കേട്ടല്ലോ? അല്ലെങ്കിൽ പണി കിട്ടുവേ. എടോ, വഴിന്ന് മാറിയേക്കടോ. ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് ഈ ജീപ്പ് അത്യാവശ്യമാണെന്ന്. അത് കഴിഞ്ഞിട്ട് ഇത് തിരിച്ചു നാക്കുന്ന ഞങ്ങള് കഷ്ടപ്പെട്ട് കട്ടെടുത്തത് ഈ സാധനം മാത്രം മതിയെന്ന്. വണ്ടി നിങ്ങളെടുത്തോന്ന്. ഞങ്ങളോട് ഉടക്കം വന്ന ഉടച്ച കൈ തരും ഞങ്ങള്. ഏത് വലിയ കള്ളനെയും പിടിക്കും. ഈ അമ്മാവനും അനന്തരവനും. ജോഗവർ, നീ ആ രത്നമൊക്കെ ഒളിപ്പിച്ച് വെക്ക്. അതെങ്ങാനും അവരുടെ കയ്യിൽ കിട്ടിയ നിന്റെ പണി 18 കഴിയും. ഞാൻ ആ മരത്തിന്റെ ചുവട്ടിൽ ഈ ഡയമണ്ട് ഒളിപ്പിച്ചു വെക്കാം. അയ്യോ പണിപ്പാളി, നമ്മുടെ ഡയമണ്ടിന്റെ കിഴി ആ വീട്ടിലേക്ക് തെറിച്ചുപോയി. എടാ പൊട്ടൻ കണാരാ, ബഹദൂറെ ബ്രേക്ക് ചവിട്ട്. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. എപ്പോഴും എന്റെ മേക്കപ്പ് നീ നശിപ്പിച്ചു കളയും. എടാ ബഹദൂരെ, വേഗം ചെല്ല്. മാഡത്തിന് വേഗം മേക്കപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിന്റെ ജോലി പോവും. കേട്ടോ? ടിഷ്കിയോ. ടക്ക് ടിക്ക്, ടക്ക് ടിക്ക്, ടക്ക് ടിക്ക്. മാമ, എത്ര നാളായി പോയിട്ട്? ഒരാഴ്ചയായി. ശരി, നാളെ എന്തായാലും വന്നേ പറ്റൂ. വരുമ്പോ മാമയും കൊണ്ടുവരണേ. ബൈ. അത് വീണിരിക്കുന്നത് ഈ അമ്മാവാനന്തരന്മാരുടെ വീട്ടിലാ. നമ്മുടെ ഭാഗ്യം കൊണ്ട് പക്ഷെ അമ്മാവൻ ഇവിടെ നാട്ടിൽ പോയിരിക്കുക. എന്റെ എഞ്ചിന്റെ കാർബറേറ്ററിൽ ഒരു ഐഡിയ തൂക്കി കിടപ്പുണ്ട്. വേണമെങ്കിൽ എടുത്തോ. വേഗം പുറത്തെടുക്ക്. ഒന്നുമില്ലെന്നേ, അമ്മാവൻ നാട്ടിൽ പോയിരിക്കല്ലേ. നീ അമ്മാവന്റെ വേഷത്തിൽ അകത്ത് കിടന്നാൽ സ്വസ്ഥമായിട്ട് അത് തിരഞ്ഞെടുക്കാം. ക്രൈം പവർ, ക്രൈം മാസ്റ്റർ ജോഗാവറിന്റെ ആക്ടിംഗ് നിങ്ങളിപ്പോ കണ്ടോണം.
മാമൻ തിരിച്ചു വന്നോ? നാളെ വരുമെന്നല്ലേ പറഞ്ഞത്? ആ അതേടാ മോനെ, നീ ഇല്ലാത്തോണ്ട് ഒരു രസവും ഇല്ലായിരുന്നടാ. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങ് വന്നതാ. എന്നാ ശരി മോനെ, ഞാൻ ഈ ഹാളിൽ കുറച്ച് പണി ചെയ്യട്ടെ. നീ നിന്റെ റൂമിൽ ചെന്നിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ നോക്കും മോനെ. ഇന്നെന്താ മാമൻ എന്നെ മോനെ മോനെ എന്ന് വിളിക്കുന്നേ? സാധാരണ അനന്തരവാന്നല്ലേ വിളിക്കാറ്. സംസാരം കേട്ടിട്ട് എന്തോ മാറ്റം സംഭവിച്ചതുപോലെ. മാമൻ എന്താ പറ്റിയേ? എന്താ മാമ നോക്കുന്നേ? ഒന്നുമില്ലടാ മോനെ, നീ നിന്റെ റൂമിലോട്ട് ചെല്ലടാ, എന്നിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കേ. എന്തോ പ്രശ്നമുണ്ടല്ലോ. ആളാകെ മാറിയ പോലെ തോന്നുന്നു. എന്തായിരിക്കും അത്? എനിക്ക് തോന്നുന്നു ഇത് മാമൻ അല്ലെന്നാ. ഹലോ മാമ. മാമ വേഗം വീട്ടിലേക്ക് വാ. ഐ ആം മിസ്സിംഗ് യു. അത് ശരി, മിസ്സിംഗ് മീയോ? ഐ ആം ഓൾസോ മിസ്സിംഗ് യു അനന്തരവാ. നീ വിഷമിക്കേണ്ടതേ, ഞാൻ നാളെ തന്നെ അങ്ങ് വരാം. ഓക്കെ ബൈ മാമ. മാമൻ